നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് 2026 മാർച്ച് മാസം എങ്ങനെയുള്ള ഫലങ്ങളാണ് നൽകുക എന്നതിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ ഇതൊരു മാസഫലം മാത്രമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ വലിയ ജ്യോതിഷപരമായ കാര്യങ്ങളുണ്ട്. മാർച്ച് മാസം ആകാശത്ത് നവഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, പ്രധാന ഗ്രഹമായ സൂര്യന്റെ രാശിമാറ്റം, കൂടാതെ ശനിഗ്രഹത്തിന്റെ സ്വാധീനം എന്നിവയെല്ലാം ഓരോ വ്യക്തിയെയും വ്യത്യസ്ത രീതിയിൽ ബാധിക്കും. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്ന് വളരെ കൃത്യമായി ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ജാതകത്തിലെ 1-ാം ഭാവം അഥവാ ജന്മരാശി എന്നത് നിങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വഭാവം, ആരോഗ്യം, ചിന്താഗതി എന്നിവയെല്ലാം ഇതിൽ വരും. ഇവിടെ കേതു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പ്രയാസം തോന്നാം. ലൗകികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ ആത്മീയമായ കാര്യങ്ങളോട് താല്പര്യം കൂടാൻ സാധ്യതയുണ്ട്. 7-ാം ഭാവം എന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി, ബിസിനസ് പങ്കാളികൾ, പൊതുവായ ബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇവിടെ സൂര്യൻ, ചൊവ്വ, രാഹു, ബുധൻ എന്നിങ്ങനെ 4 പ്രധാന ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്നത് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. 8-ാം ഭാവം എന്നത് ആയുസ്, ആരോഗ്യം, അപ്രതീക്ഷിത സംഭവങ്ങൾ, തടസ്സങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഇടമാണ്. ശനിയും ശുക്രനും 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. 11-ാം ഭാവം എന്നത് ലാഭം, ആഗ്രഹങ്ങൾ സഫലമാവുക, സുഹൃത്തുക്കൾ, വരുമാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴം ഇവിടെ നിൽക്കുന്നത് വലിയ ഭാഗ്യമാണ്. ജ്യോതിഷത്തിൽ ജന്മരാശി അഥവാ 1-ാം ഭാവം എന്നത് നിങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരഘടന, പ്രകൃതം, രോഗപ്രതിരോധ ശേഷി, മാനസികാരോഗ്യം എന്നിവയെല്ലാം ഈ 1-ാം ഭാവത്തെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ 1-ാം ഭാവത്തിലോ അതിന്റെ അധിപനായ ഗ്രഹത്തിനോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കും. ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനാണ്. മാർച്ച് 15-ന് സൂര്യൻ തന്റെ നിലവിലെ സ്ഥാനത്ത് നിന്ന് മാറി 8-ാം ഭാവമായ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ രാശിയുടെ അധിപൻ തന്നെ 8-ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് ഈ സമയത്ത് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ജാതകത്തിലെ 6, 8, 12 എന്നീ ഭാവങ്ങളെ അശുഭ സ്ഥാനങ്ങളായാണ് കണക്കാക്കുന്നത്. ഇതിൽ 8-ാം ഭാവം പ്രധാനമായും സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിത തടസ്സങ്ങൾ, രോഗങ്ങൾ, ക്ലേശങ്ങൾ എന്നിവയെയാണ്. നിങ്ങളുടെ രാശ്യാധിപനായ സൂര്യൻ ഈ 8-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയം നിങ്ങൾക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. മാർച്ച് 15-ന് ശേഷം നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി അല്പം കുറയാൻ സാധ്യതയുണ്ട്. ഇത് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. പെട്ടെന്ന് ബാധിക്കുന്ന ജലദോഷം, ചുമ തുടങ്ങിയ സീസണൽ അസുഖങ്ങൾ, ശരീരത്തിന് അനുഭവപ്പെടുന്ന അമിതമായ ക്ഷീണവും തളർച്ചയും, ദഹനപ്രക്രിയ പതുക്കെയാകുന്നത് മൂലമുള്ള ഗ്യാസിന്റെ ശല്യം അല്ലെങ്കിൽ വയറുവീർക്കൽ, പ്രത്യേകിച്ച് മാർച്ച് 15 മുതൽ 25 വരെയുള്ള കാലയളവിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. അത്യാവശ്യമില്ലാത്ത ദൂരയാത്രകൾ ഈ 10 ദിവസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പഠനത്തിന്റെ കാര്യത്തിൽ ഈ മാസം വലിയൊരു വഴിത്തിരിവാണ് കാത്തിരിക്കുന്നത്. ജ്യോതിഷത്തിൽ 5-ാം ഭാവം എന്നത് പ്രധാനമായും ബുദ്ധിശക്തി, വിദ്യ, വിജ്ഞാനം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിലുള്ള മികവും ഏകാഗ്രതയും ഈ ഭാവത്തെയും അവിടുത്തെ അധിപനെയും ആശ്രയിച്ചിരിക്കും. ചിങ്ങൻ രാശിക്കാരുടെ വിദ്യാഭ്യാസത്തിന്റെ അധിപൻ വ്യാഴമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി വ്യാഴം വക്രഗതിയിലായിരുന്നു. എന്നാൽ മാർച്ച് 11 മുതൽ വ്യാഴം വക്രഗതി മാറി നേർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇത്രയും കാലം പഠനത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും കാര്യങ്ങൾ വേഗത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്കും മികച്ച അവസരങ്ങൾ ലഭിക്കും. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും സ്കൂൾ, കോളേജ് പരീക്ഷകൾ എഴുതുന്നവർക്കും നല്ല ഫലം ലഭിക്കാൻ ഈ സമയം സഹായിക്കും. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും സാധിക്കും. വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യം തരുമ്പോൾ തന്നെ
കർമ്മത്തിന്റെ ഗ്രഹമായ ശനി നിങ്ങളുടെ 5ാം ഭാവത്തെ നോക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു ചെറിയ മുന്നറിയിപ്പ് നൽകുന്നു. ഭാഗ്യം കൂടെയുണ്ടെങ്കിലും കഠിനാധ്വാനം ചെയ്യാതെ വിജയിക്കാൻ സാധിക്കില്ല എന്നാണ് ശനി സൂചിപ്പിക്കുന്നത്. ഒരു കർക്കശക്കാരനായ അധ്യാപകനെ പോലെ ശനി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. പഠനത്തിൽ കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, മടിയൊഴിവാക്കുക, കാര്യങ്ങൾ മാറ്റിവെക്കാതെ കൃത്യസമയത്ത് ചെയ്തു തീർക്കുക എന്നിവ ഈ സമയത്ത് വളരെ പ്രധാനമാണ്. ഭാഗ്യത്തോടൊപ്പം നിങ്ങളുടെ പ്രയത്നവും ചേർന്നാൽ ഈ മാസം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാം. ജ്യോതിഷത്തിൽ 7ാം ഭാവം എന്നത് പ്രധാനമായും നിങ്ങളുടെ വിവാഹ ജീവിതം, ജീവിത പങ്കാളി, മറ്റുള്ളവരുമായുള്ള അടുത്ത ബന്ധങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ദാമ്പത്യത്തിലെ സന്തോഷവും സമാധാനവും ഈ ഭാവത്തെയും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളെയും ആശ്രയിച്ചിരിക്കും. ഈ മാസം നിങ്ങളുടെ 7ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, രാഹു എന്നീ 4 പ്രധാന ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇത്രയധികം ഗ്രഹങ്ങൾ ഒരുമിച്ച് വരുന്നത് നിങ്ങളുടെ ദാമ്പത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. സൂര്യനും ചൊവ്വയും ശക്തമായ ഊർജമുള്ള ഗ്രഹങ്ങളാണ്. ഇത് പങ്കാളിക്ക് അമിതമായ ആത്മവിശ്വാസമോ അധികാരഭാവമോ നൽകിയേക്കാം. ഈ ഗ്രഹനില കാരണം നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായേക്കാം. താൻ പറയുന്നതാണ് ശരിയെന്നും കാര്യങ്ങൾ തന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പങ്കാളിക്ക് തോന്നാം. അല്പം അധികാര സ്വഭാവം അവർ ഈ സമയത്ത് കാണിച്ചേക്കാം. പെട്ടെന്ന് ദേഷ്യം വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിൽ അവരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ക്ഷമയോടെ അവരെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പങ്കാളിയുടെ ശാരീരിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം അല്പം കൂടുതൽ കരുതൽ ആവശ്യമാണ്. ചർമ്മത്തിൽ ചൊറിച്ചിലോ മറ്റ് അലർജി പ്രശ്നങ്ങളോ കാണാനിടയുണ്ട്. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കണം. ദഹനക്കുറവ്, ഗ്യാസ് അല്ലെങ്കിൽ വയറുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ പങ്കാളിക്കുണ്ടായേക്കാം. അതിനാൽ അവരുടെ ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ചിങ്ങൻ രാശിക്കാർക്ക് 2026 മാർച്ച് മാസം കരിയറിന്റെ കാര്യത്തിൽ അതിശയിപ്പിക്കുന്ന നേട്ടങ്ങൾ കൊണ്ടുവരും. ജ്യോതിഷത്തിൽ 9ാം ഭാവമാണ് ഭാഗ്യത്തെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ രാശിയുടെ ഭാഗ്യാധിപൻ ചൊവ്വയാണ്. ഈ മാസം ചൊവ്വ കേന്ദ്രസ്ഥാനത്ത് വളരെ ശക്തനായി നിൽക്കുന്നു. ഭാഗ്യാധിപൻ കേന്ദ്രസ്ഥാനത്ത് വരുന്നത് നിങ്ങളുടെ വഴിയിലുള്ള തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വിചാരിക്കാത്ത നേരത്ത് ഭാഗ്യം നിങ്ങളെ തേടി വരാൻ ഈ ഗ്രഹനില കാരണമാകും. ഭാഗ്യം കൂടെയുള്ളതിനാൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ പറ്റിയ സമയമാണിത്. ഭൂമിയോ വീടോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലാഭകരമായ ഇടപാടുകൾ നടത്താൻ സാധിക്കും. ഓഹരി വിപണിയിലോ മറ്റോ നിക്ഷേപം നടത്തുന്നവർക്ക് ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയും. ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത തൊഴിൽ രംഗത്തെ മുന്നേറ്റമാണ്. നിലവിൽ ജോലിയില്ലാത്ത ചിങ്ങൻ രാശിക്കാർക്ക് ഈ മാസം ഒരു ജോലി ലഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂകൾക്കും മറ്റും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തയ്യാറെടുക്കുക. ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ കഴിവും അധ്വാനവും മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടുന്ന സമയമാണിത്. നിങ്ങളുടെ ബുദ്ധിപരമായ തീരുമാനങ്ങളും കൃത്യമായ പ്ലാനിങ്ങും ഓഫീസിൽ നിങ്ങൾക്ക് നല്ല പേരും പ്രശസ്തിയും നേടിത്തരും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകളും ഈ മാസമുണ്ട്. എല്ലാ ബിസിനസ്സുകാർക്കും നല്ലതാണെങ്കിലും ചില മേഖലകളിലുള്ളവർക്ക് ഈ മാസം അതിവിശിഷ്ടമാണ്. മരുന്നുകൾ, ആശുപത്രികൾ, മറ്റ് ആരോഗ്യ സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ നേട്ടം ലഭിക്കും. റിയൽ എസ്റ്റേറ്റ്, കെട്ടിട നിർമ്മാണം, സിമന്റ്, മണൽ തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളുടെ കച്ചവടം എന്നിവയിൽ ലാഭം വർദ്ധിക്കും. സ്വർണ്ണക്കടകൾ, വസ്ത്രവ്യാപാരം എന്നിവ ചെയ്യുന്നവർക്ക് ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകും. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കച്ചവടമോ ബ്യൂട്ടി പാർലറുകളോ നടത്തുന്നവർക്കും ഈ മാസം വളരെ ലാഭകരമായിരിക്കും. ഈ മാസത്തെ സാമ്പത്തിക നേട്ടങ്ങളുടെ പ്രധാന കാരണം 11ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. 11ാം ഭാവം എന്നത് ലാഭസ്ഥാനം അഥവാ വരുമാനത്തിന്റെ ഇടമാണ്. അവിടെ ഭാഗ്യഗ്രഹമായ വ്യാഴം നിൽക്കുന്നത് വരുമാന വർധനവിന് കാരണമാകും. മാർച്ച് 11-ന് വ്യാഴം വക്രഗതി മാറി നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതോടെ മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടാനും സാധ്യതയുണ്ട്. ചിങ്ങൻ രാശിയുടെ ധനസ്ഥാനത്തിന്റെയും ലാഭസ്ഥാനത്തിന്റെയും അധിപൻ ബുധനാണ്. ബുധൻ ഈ മാസം 7ാം ഭാവത്തിൽ മറ്റ് ഗ്രഹങ്ങളോടൊപ്പം നിൽക്കുന്നത് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും മറ്റിടപാടുകളിൽ നിന്നും ലാഭം നേടിത്തരും.
വാക്ചാതുര്യം കൊണ്ടും ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. മാർച്ച് 15 ശേഷം രാശ്യാധിപനായ സൂര്യൻ 8ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് അപ്രതീക്ഷിത ചില ചിലവുകൾ വന്നേക്കാം. പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങൾക്കായി പണം ചിലവാക്കേണ്ടി വന്നേക്കാം. മാർച്ച് 15 മുതൽ 25 വരെയുള്ള കാലയളവിൽ വലിയ തുകകൾ എടുത്തുചാടി നിക്ഷേപിക്കാതിരിക്കുന്നതാണ് ഉത്തമം. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ശനി 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാലും മാർച്ച് 8 മുതൽ ശനി മൗഢ്യാവസ്ഥയിലാകുന്നതിനാലും പണം എളുപ്പവഴിയിൽ നിങ്ങളെ തേടി വരില്ല. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ സ്ഥിരമായ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കൂ. ചുരുക്കത്തിൽ മാർച്ച് മാസത്തിന്റെ ആദ്യ പകുതി നിക്ഷേപങ്ങൾക്കും വരുമാന വർധനവിനും വളരെ മികച്ചതാണ്. 2ാം പകുതിയിൽ ചിലവുകൾ നിയന്ത്രിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.